100 സ്ക്വയർ ഫീറ്റിൽ പണി തീർത്ത വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പോൾ അത് ചെയ്ത ആർക്കിടെക്റ്റിനും പേരും ഡീറ്റെയിൽസൊക്കെ നമുക്ക് ചോദിക്കാം, വേണമെന്ന് പരിചയപ്പെടാം. ഹായ്, പേരെന്തായിരുന്നു? ധനുജ്. ഓഫീസിൻ്റെ പേര് ഡാവിയ ആർക്കിടെക്ട്സ്. ഓക്കെ, നിങ്ങൾ ആർക്കിടെക്ട്സ് ആണ്? എവിടുന്നായിരുന്നു? ഞാൻ ആർക്കിടെക്ചർ കഴിഞ്ഞത് കോയമ്പത്തൂർ സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ. ഏത് വർഷം പാസ് ഔട്ട്? 2014. ഓക്കെ. വീടിൻ്റെ എക്സ്റ്റീരിയർ ഒരുപാട് ഇഷ്ടമായി. അപ്പം ഇത് ടോട്ടൽ എത്ര സെന്റ് വരുന്നത്? ഇത് മൊത്തം 8 സെന്റിലാണ് വരുന്നത്. 8 സെന്റിൽ 1650 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിൽക്കുന്നത്. 1600. അത് ബാൽക്കണി ഉൾപ്പെടെയാണ് നമ്മൾ 1650 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നത്. ഓക്കെ. ഇവിടെ പോർച്ച് എന്തെങ്കിലും വരാനുണ്ടോ? ഇവിടെ ഒരു പോർച്ച് വരാനുണ്ട്. അത് 1-2 ഗാർഡൻ സ്പേസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. ഇതിന്റെ ഓണർ അവര് മാൽദീവ്സിലാണ്. അപ്പൊ അവർക്ക് പെട്ടെന്ന് കയറി താമസം വന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തീർത്ത് വിട്ടു. അപ്പം ഇനിയിപ്പം ലാൻഡ്സ്കേപ്പ് അതുപോലെ ഇന്റീരിയർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ബാലൻസ് ഉണ്ട്. ഈ സ്ട്രക്ചർ സ്ലോപ്പ് റൂഫൊക്കെ ഒരുപാട് ഇറക്കി ചെയ്തിരിക്കണല്ലോ, അതെന്തായിരുന്നു? അത് ആക്ച്വലി ഇതിന്റെ ഇനീഷ്യൽ ഡിസൈൻ സ്റ്റേജിൽ അവരുടെ കൺസേൺ എന്ന് പറയുന്നത് ഇതിന്റെ ടോട്ടൽ ഏരിയ ഒരു 1600 മേളിൽ പോകാൻ പാടില്ല ഒരു കൺസേൺ ഉണ്ടായിരുന്നു. അപ്പം ഈ 1600 സ്ക്വയർ ഫീറ്റിനകത്ത് അവർക്ക് 4 ബെഡ്റൂമും വേണമായിരുന്നു. 4 ബെഡ്റൂമും 4 അറ്റാച്ച്ഡ് ബെഡ്റൂം ആയിരിക്കണമെന്നും ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് വന്നപ്പോൾ വേസ്റ്റ് ഓഫ് സ്പേസ് എന്ന് പറയുന്ന സാധനം മാക്സിമം കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് ഒരു പാസേജ് ഒക്കെ ആഡായി വന്നിട്ടുണ്ട്. അപ്പം ഈ 1600 സ്ക്വയർ ഫീറ്റിനകത്ത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ള 1-2 കാര്യങ്ങൾ, അതായത് ഇവിടുന്ന് ഈ വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ നമുക്ക് പുതുപ്പള്ളി, അതായത് പുതുപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് പുതുപ്പള്ളി പള്ളിയിലോട്ടുള്ള അല്ലെങ്കിൽ തെങ്ങണ റൂട്ട് എന്നൊക്കെ പറയും, ഈ റൂട്ടിലേക്കാണ് നമുക്ക് വ്യൂ പോകുന്നത്. അപ്പം ഈ പുതുപ്പള്ളി പള്ളിയുടെ പെരുന്നാളിന്റെ സമയത്തും ഈ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു അമ്പലമാണ്. അമ്പലത്തിലെ ഈ ഉത്സവത്തിന്റെ സമയത്തൊക്കെ എഴുന്നള്ളത്തൊക്കെ പോകുന്നത് ഈ റോഡിൽ കൂടെ. അപ്പൊ നമുക്ക് ബാൽക്കണിയുടെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് നമുക്ക് ഈ പെരുന്നാളിന്റെ റാസയും അമ്പലത്തിന്റെ എഴുന്നള്ളത്തും ഒക്കെ കാണാം എന്നുള്ളൊരു വ്യൂ മനസ്സിൽ കണ്ടിട്ടാണ് നമ്മൾ ബാൽക്കണി മേളിലോട്ട് വെച്ചത്, ഈ വെളിയിലോട്ട് തള്ളി വെച്ചത്. പിന്നെ ഈ ഓട് നമ്മൾ ഇറക്കി വെക്കാൻ 2 റീസൺ ഉണ്ട്. ഒന്ന് എലിവേഷൻ പർപ്പസ് ആയിരുന്നു ആദ്യമേ, പക്ഷെ രണ്ടാമത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടില് വേറെ മരങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓൾമോസ്റ്റ് ഒരു ഓപ്പൺ വൈഡ് ഏരിയ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ മഴ പെയ്ത് കഴിഞ്ഞാൽ എറിച്ചിൽ നല്ലപോലെ അകത്തോട്ട് അടിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓട് മാക്സിമം ബാൽക്കണിയിൽ നിന്ന് ഏകദേശം ഒരു 90 സെന്റിമീറ്ററോളം വെളിയിലോട്ട് തള്ളി താത്താണ് ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല താത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചെയ്യിപ്പിച്ചതാണ്. അതായത് നമ്മുടെ വ്യൂ ബ്ലോക്ക് ചെയ്യാൻ പാടില്ല, പക്ഷെ ഈ പറയുന്ന പോലെ വീടിനകത്തോട്ട് എറിച്ചിലടിച്ച് കയറുന്നതും കുറവായിരിക്കണം. നമ്മളത് പറഞ്ഞ് നിന്ന് ചെയ്യിച്ചെടുത്ത ഫോർമാറ്റ് തന്നെയാണ് ഈ ഓടിന്റെ ഈ സ്ലോപ്പ് വന്നത്. ശരിക്കും 4 മാസം കൊണ്ടൊക്കെ വീട് ഇങ്ങനെ നടത്താൻ പോസിബിൾ ആണോ? നിങ്ങൾ അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ടോ? നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പം ചെയ്തു കൊടുക്കാറുണ്ടെന്ന് പറയുമ്പോഴത്തേക്കിന് അതിനകത്ത് നമ്മുടെ ക്ലയന്റും നമ്മളോടൊപ്പം അതുപോലെ കൂടെ നിന്നെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ 4 മാസം കൊണ്ടൊക്കെ. കാരണം അവരുടെ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡിസംബറിൽ ഒരു 4 ദിവസം അവധിയുള്ളൂ. ഈ 4 ദിവസത്തെ അവധിക്ക് വരുമ്പോൾ അവർക്ക് കയറി താമസം നടത്തിയിട്ട് തിരിച്ചു പോകണം. അപ്പൊ നമ്മുടെ മുമ്പിൽ അവർ മാൽദീവ്സിലാണ്. ഓക്കെ. ഇത് ശരിക്കും നിങ്ങൾ ഒരു ഡെമ്മി ചെയ്താണ് ഈ ഒരു പോർഷന്? അത് ആക്ച്വലി അതിന്റെ റൂഫിനകത്തൊന്നുമില്ല, ഒരു ഡെമ്മി. ഇത് ഏതാ റൂം ഏതാ വരുന്നത്? ഇത് കിച്ചൺ ആണ്. ഇത് ഫ്ലാറ്റ് ആണ്. ഫ്ലാറ്റ് റൂഫാണ്. ഫ്ലാറ്റ് റൂഫ് ചെയ്തിട്ട് നമ്മൾ റോഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഡിസൈനോട് മാച്ച് ആക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നത്. അതായത് ഇതിന്റെ റൂഫ് മുഴുവൻ ഫുള്ളി കോൺക്രീറ്റ് ആണ്. അതിന് മേളിൽ നമ്മൾ ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇത് ഏതാ മെറ്റീരിയൽ വരുന്നത്? അത് അലുമിനിയം ഫാബ്രിക്കേറ്റ്. ബ്രാൻഡ് എന്തെങ്കിലും ആണോ? ബ്രാൻഡ് അല്ല, നമ്മൾ പറഞ്ഞു അപ്പൊ ടോട്ടലി വർക്കുകൾ എടുക്കുന്നുണ്ട്. ടേൺ കീ പ്രോജക്ട്സ് എടുക്കുന്നുണ്ട്. ടേൺ കീ പ്രോജക്ട്സ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഈ പറയുന്ന പോലെ ഇന്റീരിയർ ഇല്ലാതെ, ഇന്റീരിയർ എന്ന് പറയുന്നത് വേറൊരു മേഖലയാണ്. അപ്പം അത് പല റേറ്റിലും അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ആഡാവുന്നതുകൊണ്ട് ഇന്റീരിയർ ഇല്ലാതെ നമ്മൾ ഒരു സ്റ്റാർട്ടിങ് വരുന്നത് 2300 രൂപ സ്ക്വയർ ഫീറ്റ് തൊട്ടാണ് നമ്മൾ ഡിസൈൻ ആണെങ്കിൽ അല്ല വിത്ത് ഫുൾ പ്രോജക്റ്റ് ആണ്. ടേൺ കീ പ്രോജക്റ്റ് ആണ്. ആർക്കിടെക്ചർ ഡിസൈൻ അല്ലെങ്കിൽ ആർക്കിടെക്ചർ സർവീസ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു 100 rupees ആണ് നമുക്ക് മിനിമം. അതിന്റെ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് കോൺസെപ്റ്റ് സ്റ്റേജ് മുതൽ വീടിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ചെയ്ത് കൊടുക്കുന്ന വരെയുള്ള എല്ലാ പ്രോസസ്സും, സൂപ്പർവിഷൻ വരും, മെറ്റീരിയൽ സെലക്ഷൻ വരും, എല്ലാ സ്റ്റേജ് വൈസ് ഉള്ള ഡ്രോയിങ്സ്, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് അങ്ങനെയുള്ള ഡ്രോയിങ്സും കാര്യങ്ങളെല്ലാം വരും. ഇതിന്റെ പ്ലാൻ നമുക്ക് ഇതിന് കൂടെ അറ്റാച്ച് ചെയ്തോടെ? ഈ ഒരു വീടിന്റെ പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ വെച്ചാൽ പ്ലാൻ ഇന്റീരിയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്ക് റെഫർ ചെയ്യാൻ പ്ലാൻ വേണ്ടി ഉപയോഗിക്കാം. 1600 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമിന്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു നല്ല പ്ലാൻ തന്നെ ആയിരിക്കും. ജസ്റ്റ് നമുക്ക് ഇതിന്റെ ലേഔട്ട് ഒന്ന് കാണാം. ഇപ്പൊ ഇവിടെയാണ് ലിവിംഗ് വരുന്നത് അല്ലേ? ഇത് ആക്ച്വലി ഇതൊരു ലിവിംഗ് സ്പേസ് ആണ്. ലിവിംഗ് സ്പേസിൽ നമുക്ക് ഒരു കൺസേൺ ഉണ്ടായിരുന്നത് ഒരുപാട് സ്പേസ് അക്കോമഡേറ്റ് ചെയ്യേണ്ട എന്നുണ്ടായിരുന്നു. കാരണം അവര്
ഒത്തിരി വെളിയിലായതുകൊണ്ട് അധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. അവിടെ അമ്മ മാത്രമേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ അമ്മയുടെ കൂടെ നിൽക്കുന്ന കൂട്ട് നിൽക്കുന്ന ആളെ മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത് കിച്ചണ്, ഡൈനിങ്, ബെഡ്റൂം. ഈ ഒരു പാത്വേയിലാണ് അവരുടെ ആക്സസ് മുഴുവൻ പോകുന്നത്. ചെറിയ ലിവിംഗ് സ്പേസ് മതി. ലിവിംഗ് സ്പേസ് നമ്മൾ ചെറുതാക്കി മാക്സിമം സ്പേസ് നമ്മൾ ബെഡ്റൂമിലേക്കും ഈ പറയുന്ന ഡൈനിങ്ങിലേക്കും കിച്ചണിലേക്കും നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ അവർക്ക് യൂസ് ചെയ്യുന്ന ഏരിയ കുറച്ചുകൂടെ എന്താ പറയുക വൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ നമുക്കൊരു കൺസേൺ ഉള്ളത് ഈ 1600 സ്ക്വയർ ഫീറ്റിനകത്ത് ഈ സാധനങ്ങളെല്ലാം നിൽക്കണം. 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, പിന്നെ ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ ഒരു വർക്ക് ഏരിയ, അത്ര ഐറ്റംസ് നമുക്ക് ഇതിനകത്ത് ആഡാവണം. ഓക്കെ. അപ്പോൾ ഇനി ലിവിംഗിൽ നിന്ന് നേരെ വരുന്നത് ഇൻഡസ്ട്രിയൽ സ്റ്റെയറും വരുന്നുണ്ട്, ഡൈനിങ് ഏരിയയും വരുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ അങ്ങനെ ഡൈനിങ് ഡൈനിങ് ഏരിയ അതായത് ആക്ച്വലി നമ്മൾ ഡൈനിങ് ടേബിൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ, വന്നിട്ടില്ല. അപ്പോൾ ഇതിന്റെ സ്പേസിന് അതായത് നമ്മൾ മാക്സിമം സ്പേസ് എന്തുമാത്രം ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ ഫർണിച്ചർ മേടിക്കാറ്. അപ്പോൾ ക്ലയന്റിനോട് പറഞ്ഞിട്ട് നമുക്ക് എന്ത് അളവിൽ ഫർണിച്ചർ വേണം അല്ലെങ്കിൽ ഏത് ടൈപ്പ് വേണം എന്നുള്ളത് നമ്മൾ ക്ലയന്റിനോട് പറയും. അതിനനുസരിച്ചുള്ള ഫർണിച്ചർ എങ്കിൽ മാത്രം നമുക്ക് ആ സ്പേസ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ ബെഡ്റൂം ആള് കംപ്ലീറ്റ് ഈ ഭാഗത്തേക്ക് വന്നു അല്ലേ? ആക്ച്വലി നമ്മളിതിനെ ഒരു പ്രൈവറ്റ് ഏരിയ, അതായത് സെമി പ്രൈവറ്റ് ഏരിയ, പ്രൈവറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കും. അതായത് പ്രൈവറ്റ് ഏരിയ എന്ന് പറയുന്നത് മുഴുവൻ ബെഡ്റൂംസും അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ബിൽഡിംഗ് ഫേസ് ചെയ്തിരിക്കുന്നത് ടോട്ടലി ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ബെഡ്റൂംസ് മുഴുവൻ അറിയുന്നത്. അതായത് ഒരു ലിവിംഗ് സ്പേസ് വരുന്ന ഒരു വ്യക്തിക്ക് ബെഡ്റൂമിന്റെ ഒരു ഡോറും ഭയങ്കര പ്രൈവസി ഉണ്ടാവും, വിസിബിൾ അല്ല. ഒരു ജസ്റ്റ് ഒരു വരാന്ത പോലെ കൊടുത്തിട്ട് ഒരു പാസേജ് പോലെ കൊടുത്തിട്ട് അവിടുന്ന് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ബെഡ്റൂംസ് എല്ലാം. അത് മാത്രമല്ല ഇപ്പൊ ബെഡ്റൂമിനുള്ള ഇതിന്റെ മുകളിലല്ലാണ് അപ്സ്റ്റെയറിന്റെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. അപ്സ്റ്റെയറിന്റെ ബെഡ്റൂം ഇതിന്റെ മേളിൽ തന്നെയാണ്. ആ ഭാഗങ്ങൾ ഫ്രീ ആണോ? ആ ഭാഗങ്ങൾ നമുക്ക് ലിവിംഗ് സ്പേസ് വരുന്നുണ്ട്, ബാക്കിയുള്ളത് ഷോവാളാണ്. ബാക്ക് സൈഡിൽ ഡൈനിങ് ഹാളിന്റെ ഭാഗം ഓപ്പൺ ടെറസ്. കാരണം ഫ്യൂച്ചർ എക്സ്പാൻഷന് നമ്മൾ നോക്കുമ്പോൾ നമ്മളെന്തെങ്കിലും ഒരു ബെഡ്റൂമോ അല്ലെങ്കിൽ ഒരു ഹോം തിയേറ്ററോ സ്പേസോ എന്തെങ്കിലും നമ്മൾ അവിടെ എടുക്കുന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഒരു എലിവേഷനെ ബാധിക്കാൻ പാടില്ല. അതും കൂടെ മനസ്സിൽ കണ്ടിട്ടാണ് നമ്മൾ ആ വോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിനൊരു ഷോ വാൾട്ട് അത് ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ ഷോ വാളാന്ന് പറയത്തില്ല, എന്തെങ്കിലും ഭയങ്കര ഈ 1600 വീട് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു 2500 സ്ക്വയർ ഫീറ്റിന്റെ ഫീൽ വരുന്നുണ്ട്. അത് അവരുടെ ഒരു കൺസേൺ ആയിരുന്നു. ഈ ബെഡ്റൂം സൈസ് എത്ര അറിയാം? നമുക്ക് വരുന്നത് 12x12 ആണ്. എല്ലാം മാക്സിമം സൈസ് വരുന്നത് 13x12. ബാക്കിയെല്ലാം 12x12. സ്റ്റെയർ ഇൻഡസ്ട്രിയൽ ക്ലയന്റ് റിക്വയർമെന്റ് ആയിരുന്നു അതോ ഈ സ്ഥലത്ത്? അല്ല, നമ്മള് ഒരു കോൺക്രീറ്റ് സ്റ്റെയറിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു മാസിക് സ്ട്രക്ചർ ആയിട്ട് എടുത്തു നിൽക്കും. കാരണം ഇത്രയും സ്പേസ് നമുക്ക് വളരെ ലിമിറ്റഡ് ആണ്. ഈ ലിമിറ്റഡ് സ്പേസിനകത്ത് ഈ കോൺക്രീറ്റ് സ്ട്രക്ചർ നിൽക്കുമ്പോഴത്തേക്കിന് ഭയങ്കര ഓക്വേർഡ് ഫീലിംഗ് ആയിരിക്കും. അപ്പം അതിനെ ഒന്നുകൂടെ ട്രാൻസ്പെറന്റ് ആക്കുക, അല്ലെങ്കിൽ ഒരു വലിയൊരു സാധനം എടുത്തു വെച്ചോലെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ സ്റ്റൈലിലേക്ക് പോയത്. അപ്പോൾ ഡൈനിങ് ഹാൾ അത്യാവശ്യം വിശാലമായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. 6 feet ഇടാവുന്ന സൈസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കിച്ചൺ പക്ക ഓപ്പൺ കോൺസെപ്റ്റ് ആണല്ലേ? കിച്ചൺ ആക്ച്വലി അത് ഓപ്പൺ കോൺസെപ്റ്റ് വന്നതല്ല. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിന്റെ സൈസ് കറക്റ്റ് 9x10, അതായത് 9 feet by 10 feet നമുക്ക് സൈസ്. അപ്പൊ അതിന്റെ സ്ലാബും എല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും റൂം ഭയങ്കര കൺജസ്റ്റഡ് ആയി. അങ്ങനെ കൺജഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അകത്തോട്ട് തള്ളുന്ന സ്ലാബിനെ കുറച്ച് വെളിയിലോട്ട് തള്ളിയിട്ട് അതിന്റെ പോർഷൻ ജസ്റ്റ് ഡൈനിങ് ഏരിയയിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഓപ്പൺ കോൺസെപ്റ്റ് ആവുകയും ചെയ്യും. നമുക്ക് കിച്ചണകത്ത് കുറച്ച് സ്പേസ് ഫീൽ ചെയ്യുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഓപ്പൺ ആക്കിയതാണ്. സാധാ ഫുഡൊക്കെ വെച്ചിട്ടില്ല കിച്ചണിൽ? അതെ, സാധാ തീരെ എവിടെയും കാണാത്ത സംഭവമാണത്. പക്ഷെ അതൊന്നും ഒന്നുകൂടി ഇത് കിട്ടില്ല, അതിന് ലൈഫ് ഒന്നും കൂടി ഉണ്ടാവും. ലൈഫ് ഉണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ എനിക്ക് തോന്നുന്നു മൾട്ടിവുഡ് ആണെങ്കിലും ശരി, മറൈൻ പ്ലൈവുഡ് ആണെങ്കിലും ശരി, നമുക്കൊരു 7 to 8 yearsനുള്ളിൽ ഇതിന് കംപ്ലൈന്റ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇഞ്ചസിനും വുഡിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ വെയിലും മഴയും ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന തുറക്കാനുള്ള എക്സ്പാൻഷനും ഒക്കെ ഉള്ളത് വുഡ് നിൽക്കും. ഇവിടെ വർക്ക് ഏരിയ കൂടി ചെയ്തിട്ടുണ്ടല്ലേ? അതൊരു വർക്ക് ഏരിയ സ്പേസ് ആണ്, ചെറിയൊരു വർക്ക് ഏരിയ ഇവിടെ. അതായത് കൂടുതലും വർക്കുകൾ വരുന്നത് ഇവിടെയാണ്. നമുക്കൊരു സ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിന് ശരിക്കും ഇവിടെ കോട്ടയത്ത് എന്താ പറയാ? ഇതിന് എന്താ പറയാ, ഒരു ചെരവ തന്നെയാണ്. ഞങ്ങളുടെ നാട്ടില് ചെരവ തന്നെയാണ്, വേറെ എന്തെങ്കിലും പേരുണ്ടോ അറിയില്ല. ചെരവാന്ന് തന്നെ. ചെറിയ സ്പേസ് ആണ് വർക്ക് ഏരിയ, ചെറിയ സ്പേസ് ആണ്. അത് മാത്രമല്ല നമ്മളിവിടെ ഒരു അത്യാവശ്യം ഇത് ശരിക്കും ഫ്രണ്ടേജ് ആണല്ലേ? ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ആര് വന്നാലും കാണാനൊക്കെ പെട്ടെന്ന് കാണാൻ പറ്റും. ഗേറ്റിലേക്കാണ് ഇതിന്റെ വിസിബിലിറ്റി. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര വലിയൊരു വിൻഡോ കൊടുത്തത്. ശരിക്കും നമുക്ക് അത്ഭുതപ്പെടുത്തുന്നത് വെച്ചാൽ 1600 സ്ക്വയർ ഫീറ്റില് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. 4 ബെഡ്റൂം ഉണ്ട്, ബാത്റൂം ഉണ്ട്, കിച്ചണും വർക്ക് ഏരിയയും ഡൈനിങ് ഏരിയ എല്ലാം ഉണ്ട്. ഇന്റീരിയർ കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കിടിലം പറ്റട്ടെ. ഇന്റീരിയർ നമ്മൾ ശേഷം തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യും. കാരണം ക്ലയൻസിന് ഈ പറഞ്ഞ പോലെ ജോഷിച്ചേട്ടനാണെങ്കിൽ തിരിച്ചു പോകണം. ഈ ആള് എനിക്കൊന്ന് അടുത്ത മാസം 6-ാം തീയതി തിരിച്ചു പോകും. ആളിവിടെ ഉള്ളപ്പോൾ ചെയ്യാന്നുള്ള കണക്കുള്ള, അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞിട്ട് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു കണക്കുള്ളായിരുന്നു. നമുക്ക് അപ്സ്റ്റെയർ റൂം കണ്ടാലോ?
ഇൻഡസ്ട്രി അപ്പോൾ ഇൻഡസ്ട്രിയൽ സ്റ്റെയർ നമുക്ക് ഒന്നുകൂടി നല്ല വിശാലത ഉണ്ട്. ഇത് പുറത്തേക്ക് കൊടുത്തുകൊണ്ട് ഒന്നും കൂടി ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇതിന്റെ സ്റ്റെയറിന്റെ വീട്ടിൽ ശരിക്കും സാധാരണ ഒരു 90 സെന്റിമീറ്റർ ആണ് മിക്ക വീട്ടിലും കൊടുക്കുന്നത് മിനിമം. അതെ, നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന 80 സെന്റിമീറ്റർ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ആ ഒരു വിഡ്ത്ത് കുറഞ്ഞത് നമുക്ക് ഫുള്ള് ഉപയോഗിക്കാൻ കിട്ടിയില്ലേ? അത് ഫീൽ ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ഹാൻഡ് റെയിൽ മെയിൻ ഫ്രെയിമിൽ നിന്ന് കണക്ട് ചെയ്ത് നമ്മൾ വെളിയിലോട്ട് കൊടുത്തു. അപ്പം കുറച്ചുകൂടെ സ്പേസ് ഫീൽ ചെയ്യും. ഓക്കെ. ഇവിടെ ഏറ്റവും നല്ല ഭംഗി നമുക്ക് തോന്നിയത് ഈ ഒരു ബാൽക്കണിയാണ്. അതെന്താ വെച്ചാൽ ഇത് ബാൽക്കണി കഴിഞ്ഞിട്ട് നന്നായിട്ട് റൂഫ് തള്ളുന്നതുകൊണ്ട് നല്ലൊരു ഫീൽ ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഇതിന് ആ ബാൽക്കണി ആയിരിക്കും നിങ്ങൾ പറഞ്ഞ ആ പർപ്പസ് അല്ലേ? അതെ, ആക്ച്വലി ആ ബാൽക്കണിയിലാണ് നമ്മുടെ പർപ്പസ് മീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നിന്നാൽ പോലും നമുക്ക് കാണാൻ പറ്റും റോഡിൽ കൂടെ പോകുന്നത് വണ്ടികളെല്ലാം നമ്മൾ ഉദ്ദേശിച്ച വ്യൂ വിസിബിൾ ആണ്. പിന്നെ നമ്മൾ ഈ ഹാൻഡ് റെയിൽ തന്നെ ഒരു ചെറിയൊരു മിനി പോക്കറ്റ് ഡോർ ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ടെറസിലോട്ട് ഇറങ്ങാനുള്ള ക്ലീനിങ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്ത് അറിയാത്ത രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് വെളിയിൽ നോക്കി കഴിഞ്ഞാൽ സാധനം അറിയത്തില്ല. ഓക്കെ. ഇത് മാത്രം പറഞ്ഞ അലുമിനിയത്തിന്റെ അലുമിനിയം ഫ്രെയിം, അലുമിനിയം ആണ് നമ്മൾ ക്വാളിറ്റി ഉള്ളത്. ക്വാളിറ്റി മെറ്റീരിയൽ നമുക്ക് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റിന് 600-650 രൂപ റേഞ്ച് ഓക്കെ. പിന്നെ നമ്മൾ ഈ ഫ്രണ്ടിൽ മാത്രമേ നമ്മൾ ഈ അലുമിനിയം കൊടുത്തിട്ടുള്ളൂ. ബാക്കി സൈഡ് വോൾസിൽ സൈഡിൽ വരുന്ന വിൻഡോസ് എല്ലാം വുഡൻ വിൻഡോസ്. കാരണം കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൂ. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വൈഡർ വിൻഡോസ് നമുക്ക് ഒരിക്കലും തടിയെ ചെയ്ത് കഴിഞ്ഞാൽ ഈ റേറ്റിൽ നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഈ മുകളിൽ നമ്മൾ സ്പേസ് കാണിക്കേണ്ട ആവശ്യമില്ല. 2 ബെഡ്റൂം അല്ലേ? അതിന്റെ മുകളിൽ തന്നെ 2 ബെഡ്റൂം. ഇതായിരുന്നു താഴേക്കുള്ള, ഇതാണ് താഴത്തെ പാസേജ്. ആ പാസേജ് നമ്മൾ മേളിൽ വന്നപ്പോൾ ഓപ്പൺ ആക്കി സ്പേസ് ആയിട്ട് മെർജ് ചെയ്യിപ്പിച്ചെടുത്തിരിക്കും. വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നല്ലൊരു ആർക്കിടെക്റ്റിനെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം ഡിസൈൻ ചെയ്യുന്നുണ്ട്, വർക്ക് എടുക്കുന്നുണ്ട്, എക്സിക്യൂഷൻ എടുക്കുന്നുണ്ട്. ഇതിന് മുന്നത്തെ ബഡ്ജറ്റ് 59 ദിവസം കൊണ്ടാണ് തീർത്തത്. ഇത് 4 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫാസ്റ്റായിട്ട് ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് വർക്ക് തീർക്കാമെന്ന് 100% കോൺഫിഡൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഈ കോട്ടയം ഭാഗത്ത്, എറണാകുളം ഭാഗത്തൊക്കെ വർക്കുകളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിക്കുക, ബന്ധപ്പെടാം. ആൾക്കാരെല്ലാം ഡ്രോയിങ്ങും ഡിസൈനൊക്കെ ചെയ്യുന്നുണ്ട്. ആളുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ താല്പര്യമുള്ളവർക്ക് കണക്ട് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോ കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റൊന്നും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.